ഹായ് ഗൈസ്, നമുക്ക് നല്ലൊരു മൈലാഞ്ചി കല്യാണം ഉണ്ടായിരുന്നില്ലേ? ആ കല്യാണത്തിൻ്റെ റിസപ്ഷനാണ് കേട്ടോ ഇന്നെന്ന് പറയുന്നത്. സോ ഞാൻ വീണ്ടും നമ്മുടെ ഗ്രീൻ പാർക്ക് ഓഡിറ്റോറിയത്തിലോട്ട് വന്നിട്ടുണ്ട്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് കേട്ടോ. വന്ന് കയറിയിട്ടുണ്ടെങ്കിൽ വെൽക്കം ഡ്രിങ്ക് എടുത്ത് കുടിച്ചു. പൈനാപ്പിൾ ജ്യൂസ് ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. ഒരു ഗ്രീൻ കളർ ജ്യൂസ് കൂടെ ഉണ്ടായിരുന്നു, അത് കഴിക്കണമെന്നുണ്ടായിരുന്നു. പിന്നെ അതുകൂടെ കഴിച്ച് കഴിഞ്ഞാൽ അത് കഴിഞ്ഞിട്ട് കഴിക്കാനുള്ള കാര്യങ്ങൾ കഴിക്കാൻ പറ്റാതായല്ലോ എന്ന് കരുതിയിട്ട് അത് കഴിച്ചില്ല. പിന്നെ നമ്മൾ നേരെ നമ്മുടെ ബ്രൈഡിനെയും ഗ്രൂമിനെയും കാണാൻ പോയിട്ടോ. അത്യാവശ്യം നല്ല പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിരുന്നു, പാട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, നല്ല തിരക്കുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടുപേരും കുറേ നേരം അവിടെ ഉള്ളവരെയൊക്കെ വായി നോക്കിയിരുന്നു. അവളിപ്പോൾ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ അവൾ ഒട്ടും കളറില്ല, കാണാൻ ഭംഗിയില്ല എന്നൊക്കെയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരാൾ പറയുന്നത് ഒട്ടും ഇഷ്ടമല്ലേ. അവൾ അങ്ങനെ എന്തൊക്കെയോ പറയുകയാണ് കേട്ടോ. എന്നിട്ട് ഞാൻ അവളെ എൻ്റെ പേരിൽ എന്തൊക്കെയോ പറയുന്നുണ്ട്. കണ്ട ഞാൻ ദേഷ്യപ്പെട്ടവളെ നോക്കുന്നത്. എനിക്കെന്തോ അങ്ങനെ പറയുന്നത് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു കാര്യമാണ്. അത് കഴിഞ്ഞ് പിന്നെ ഗ്രൂമിൻ്റെ ഫ്രണ്ട്സിൻ്റെ വക പോപ്പറൊക്കെ പൊട്ടിച്ച് ഗിഫ്റ്റൊക്കെ കൊടുത്ത് അങ്ങനെ എന്തൊക്കെയോ പരിപാടിയായിരുന്നു കേട്ടോ. ഈ പോപ്പറിന് എന്തോ ഒരു ശാപമുണ്ട് കേട്ടോ. അതിനകത്ത് ഒരാൾ കിടന്നിട്ട് ദേഹണ്ടില്ലേ, അതാൾ കുറേ കഷ്ടപ്പെട്ടു കേട്ടോ, അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടൊക്കെ. എന്താണെന്ന് അറിയത്തില്ല, പോപ്പർ പല സ്ഥലങ്ങളിലും പൊട്ടാതെ പണി കൊടുക്കുന്നതായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. എന്നിട്ട് ബാക്കിയുള്ളവർ ഗിഫ്റ്റ് കൊടുക്കുമ്പോൾ അവനത് അത് അസ്ഥാനത്ത് വെച്ച് പൊട്ടിക്കുകയും ചെയ്തു കേട്ടോ. പോപ്പർ പൊട്ടിക്കാൻ കിട്ടാതെ അസ്ഥാനത്ത് പൊട്ടിക്കുന്ന ഒരുപാട് ട്രോളുകൾ ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് ഈ ഒരു കാഴ്ച കാണുന്നത് ആദ്യമായിട്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഞാനും ഇനിയും കൂടി ഇരുന്ന് ചിരിക്കുകയായിരുന്നു കേട്ടോ. അത് ആ പൊട്ടിച്ച പയ്യൻ്റെ കുഴപ്പമല്ല, പോപ്പറിൻ്റെ കുഴപ്പമാണ്, അറിയാം. എന്നിരുന്നാൽ കൂടെ നമുക്ക് ചിരി വരുമല്ലോ. പിന്നെ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാൻ പോയി. മന്തി, ഫ്രൈഡ് ചിക്കൻ, ചിക്കൻ കറി, ദോശ, അങ്ങനെ കുറേ സാധനങ്ങളുണ്ടായിരുന്നു. പിന്നെ ഫ്രൂട്ട് സലാഡും ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിച്ച് വയറൊക്കെ നിറച്ച് ഞങ്ങൾ നേരെ വീട്ടിലോട്ട് പോയി.